ഹലോ, എല്ലാവർക്കും ഫോങ്ഷൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എത്ര പേര് മഴക്കെടുതിയിൽ പെട്ടിട്ടുണ്ടെന്ന്. വയനാട് ദുരന്തം കണ്ടു. നമ്മൾക്ക് സാമ്പത്തികമായിട്ടും ബാക്കിയെല്ലാം മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സഹായങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സർവശക്തനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അധികം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ ഒരു ഫോർമുല എന്നൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കാർണോസിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ വളരെ വീക്കായിട്ട് കിടക്കുന്ന നെർവ്സിനെ ഉയർത്തി കൊണ്ടുവരാനായിട്ട്, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട്, അതുപോലെ നമ്മുടെ ടിഷ്യൂവിന് ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിത് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അത് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന്. ഇനി അതിൽ പൈനി എന്ന് പറയുന്ന വേറൊരു കോമ്പൗണ്ട് ഉണ്ട്. അതാണ് ഡാൻഡ്രഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിർത്താനായിട്ട്. അതാണ് ഈ പ്ലാന്റിന് ഇതിനൊരു ഭയങ്കര ഒരു സ്ട്രോങ് പഞ്ചന്റ് സ്മെല്ല് കൊടുക്കും. ഇത് നമ്മൾ പ്ലെയിൻ റോസ്മേരി വാട്ടറും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറിൽ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഈ റോസ്മേരി വാട്ടർ വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഷാമ്പു ചെയ്യാം, കണ്ടീഷണർ ചെയ്യാം, അതുപോലെ സ്കിൻ കെയർ ചെയ്യാം. ഇനി നമുക്ക് അത് സിറമായിട്ട് എടുക്കാം, അത് ജെല്ലായിട്ട് എടുക്കാം. റോസ്മേരി വാട്ടർ ബേസ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് നമുക്ക് അത് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അത് തന്നെയല്ല, ഈ വാട്ടർ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിനായാലും ഹെയറിനായാലും ഒക്കെ നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോർമുല. അത് വളരെ സിമ്പിൾ, ജസ്റ്റ് ബേസിക് റോസ്മേരി വാട്ടർ. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാം. വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ കിണർ വാട്ടർ ഒക്കെ ഉപയോഗിക്കാം. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് അതിൽ മിനറൽസ് ഒന്നും ഉണ്ടാവില്ല. അതിൽ നമ്മുടെ നീരാവി ഉണ്ടല്ലോ, അതിനെയാണ് അല്ലെങ്കിൽ ഡീമിനറലൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ pH എപ്പോഴും 5 ആയിരിക്കും. നമ്മൾ മിനറൽസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ pHൽ വേരിയേഷൻ വരും. ഫോർമുലയിൽ കാണുന്ന പോലെ അളന്നെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്ത പ്രിസർവേറ്റീവ് ജിയോഗാർഡ് ECT, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് പ്രിസർവേറ്റീവ് ഇക്കോ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനിയെല്ലാം അളന്നെടുക്കാം. റോസ്മേരി ലീവ്സ് അതൊന്ന് ഞാൻ പൊടിച്ചെടുത്തു. കാരണം അത് ഇത്തിരി നീളത്തിലുള്ളതായത് എന്നും, കാരണം അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ സത്ത് മുഴുവൻ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക. ഭയങ്കര പൊടിയാക്കരുത്, അങ്ങനെയാണെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ അളന്നെടുക്കുന്നു. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ്, ഏതെങ്കിലും സ്റ്റീലോ ഗ്ലാസ്സോ ഏതിലെങ്കിലും എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആ ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് മൂടി അവിടെ വെക്കുക നന്നായിട്ട്. അതായത് അതിലെ നീരാവിയൊക്കെ വന്ന് മുകളിലേക്ക് ഇരിക്കില്ല, അതൊന്നും പോവാതെ അത് നന്നായിട്ട് മൂടി വെക്കുക. അപ്പോൾ അതിൻ്റെ സത്ത് മുഴുവൻ അതിലേക്ക് ഇറങ്ങും. ഒരിക്കലും ഈ സാധനം ഒരു ഹെർബ്സും ഒരു പ്ലാന്റ്, ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെയിട്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കും. നമ്മളൊരു സാധനം തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ പ്ലാന്റ്സിലുള്ള എല്ലാ ഫൈറ്റോ കെമിക്കൽസ് എന്നാണ് അതിനെ പറയുക, അതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്ന പാത്രവും നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പം നീരാവിയായിട്ട് സാധനം പോവില്ല. ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ ഈ കംപ്ലീറ്റ് ഈ റോസ്മേരിയുടെ ഇത് കംപ്ലീറ്റ് താഴേക്ക് വരും. അപ്പോൾ നല്ല മണമാണ് ഇതിന്. നമുക്ക് ഇനിയിപ്പോൾ ഇത് നമുക്കിത് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അതിലില്ലെങ്കിൽ 5 ഗ്രാമോ 10 ഗ്രാമോ ഒന്നും നമ്മൾ പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണോ കുറവ് വന്നിക്കണം, കാരണം തിളപ്പിക്കുമ്പോഴും അല്ലെന്ന് വെച്ചാൽ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോഴും ഇത് റോസ്മേരി ലീവ്സ് കുറേ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ 10 ഗ്രാം വരെയൊക്കെ നമുക്ക് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ട കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, അത് ദയവായിട്ട് കാണാം. കാരണം പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് അത് നാച്ചുറൽ യൂസ് ചെയ്യാം, സിന്തറ്റിക് യൂസ് ചെയ്യാം. സിന്തറ്റിക്കും ഒത്തിരി നല്ല പ്രിസർവേറ്റീവ് ഉണ്ട്, പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യാത്തത്, ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത, ഈവൻ കുട്ടികൾക്ക് പോലും സ്കിൻ കെയറിന് ഹെയർ കെയറിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രിസർവേറ്റീവ് ഉണ്ട്. അപ്പം ഞാൻ ജിയോഗാർഡ് ECT എക്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ആണ്. അത് മാത്രമേ എൻ്റെ അറിവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ UAE-ലായാലും എനിക്ക് ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രിസർവേറ്റീവ് ചേർക്കുന്നതിനേക്കാൾ മുൻപ് pH ടെസ്റ്റ് ചെയ്തു. ഇനി ഇത് ചേർത്ത് കഴിഞ്ഞിട്ടും pH ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ, അതായത് ഓരോ പ്രിസർവേറ്റീവും അത് ആക്റ്റീവായിട്ട് വരുന്ന ഒരു സെർട്ടൻ pHലാണ്. അത് ആ പ്രിസർവേറ്റീവ് മേടിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും ഏജ് pHൻ്റെ ഇതിലാണ്, ബിറ്റ്വീനിലാണ് അത് ആക്റ്റീവായിട്ട് വരണേന്ന്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ആക്റ്റീവ് ആവുന്നത് ബിറ്റ്വീൻ 3 and 8 ആണ്. അതിലും കൂടിയാലും കുറഞ്ഞാലും പ്രിസർവേറ്റീവ് ആക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കുന്നതിനേക്കാളും മുൻപും ചേർത്ത് കഴിഞ്ഞിട്ടും നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്, pH ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 5.6 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് യൂസ്. ഇനി അടുത്ത് നമുക്ക് ഈ റോസ്മേരി വാട്ടറിൽ നമുക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, അത് നല്ല സ്ട്രോങ് ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലും കിട്ടും, അതുപോലെ തന്നെ ഭയങ്കര ഇഫക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ചിലർ ഈ
ഹെർബൽ ഓയിൽസ്, അതായത് പല ഹെർബ്സ് കൂട്ടിയിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി ഓയിലുകൾ ഉണ്ടല്ലോ, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലും വെള്ളവും തമ്മിൽ കൂടിച്ചേരില്ല. അപ്പോൾ അതിനെ രണ്ടിനും കൂട്ടിച്ചേർക്കുന്ന ഒരു മീഡിയം അത് നമുക്ക് വേണം. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നത് എക്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒലീവിയം 300 എന്ന് പറയുന്ന ഒരു മീഡിയമാണ് ഇതിന് രണ്ടിനും കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കൂടുതൽ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഫോമുല നമ്മൾ എപ്പോഴും 100ലാണ് നമ്മൾ ഫോമുല കാണേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ റോസ്മേരി ഓയിൽ ഞാൻ 0.5 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 0.5 വേറെ ഏതെങ്കിലും ആൽമണ്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ ഒത്തിരി നല്ലതാണ്, അത് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഒലിവിയം 300 കൂട്ടി കുറക്കാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോസ്മേരി വാട്ടർ നമുക്ക് അളന്നെടുക്കാം. ഇതാണ് ഒലീവിയം 300 എന്ന് പറയുന്നത്. ഒരു ലിക്വിഡ്, ഒരു ഇത്തിരി തിക്കായിട്ടുള്ളതാണ്. അതായത് വാട്ടറിന് കുറച്ച് തിക്നെസ്സും കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത്. എന്നിട്ട് അളന്നെടുത്തിട്ട് അതിലേക്ക് വേറെ ഒന്നുമില്ല, ഇത് നമ്മൾ ജസ്റ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അളന്നെടുക്കുക. അപ്പോൾ 100 ഗ്രാമിന് ഞാൻ നേരത്തെ കാണിച്ച ഇക്വേഷനിൽ കാണിച്ച പോലെ 0.50 ആണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏത് ഓയിലുകളാണോ ആഡ് ചെയ്യേണ്ടത് ആ ഓയിലുകൾ ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് എൻ്റെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ. എന്നിട്ട് നമ്മളത് ബീക്കറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒലിവിയം 300 എസൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തത് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിച്ചു. പക്ഷെ ആ ഭാഗം മിസ് ചെയ്തു. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ, റോസ്മേരി വാട്ടർ അതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയൊരു വെള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് കാണുന്നത്. ചെറിയൊരു ലൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. എന്നിട്ട് കാരണം നമ്മളൊരു വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ആഡ് ചെയ്തുല്ലോ, എന്നിട്ട് നമ്മൾ pH നോക്കണം, ഉറപ്പാ ഇത് തന്നെയാണ്, വേറെ വേരിയേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തുകൊണ്ട്. എന്നിട്ടൊരു ഇതുപോലെയുള്ള ഡ്രോപ്പ് ബോട്ടിലാക്കാം, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജെല്ല് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നമുക്ക് ഗമ്മുകൾ ഉപയോഗിച്ച് ഒന്നും കൂടി തിക്കാക്കി എടുക്കാം. അപ്പോൾ സിറം പോലെ കിട്ടും. ഒരു കുറച്ചും കൂടി തിക്ക് ഞാൻ പറയുകയാണെങ്കിൽ സിറം കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ നല്ലത്. അത് സ്പ്രെഡ് ചെയ്യാനും എളുപ്പം അത് തന്നെയാണ് ഇതിനേക്കാളും. ഇതാകുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ ഒലിവിയം 300 ആഡ് ചെയ്തുകൊണ്ട് അത്രയൊരു വാട്ടറി കൺസിസ്റ്റൻസി അല്ല, കുറച്ചൊരു തിക്നെസ് ഉണ്ട്. ഈ ഒലിവിയം 300 നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് ഒന്നും കൂടി കൂടും. ഇനി ഈ ഒലിവിയം 300 പകരം വേറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിന്തറ്റിക്സ്, അതാണ് പോളിസോർബേറ്റ് എന്ന് പറയുന്നത്. പോളിസോർബേറ്റ് 20 അതും നല്ലതാണ്. അതും ഇതുപോലെ ഒത്തിരി സ്കിൻ ആൻഡ് ഹെയർ കെയറിൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ നാട്ടിൽ ഈ ഒലിവിയം 300 കിട്ടിയില്ലെങ്കിൽ, പിന്നെ ഒലിവിയം 300 കുറച്ച് കോസ്റ്റ്ലിയാണ്, അത് നാച്ചുറൽ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ പോളിസോർബേറ്റ് അത്ര കോസ്റ്റ്ലിയും അല്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് ഒരു ചിന്തിക്കാവുന്നതാണ്. പക്ഷേ പോളിസോർബേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 0.50 ആണെങ്കിൽ അതിനൊരു 1% എങ്കിലും പോളിസോർബേറ്റ് യൂസ് ചെയ്യണം. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഓയിലുകൾ, ഇപ്പോൾ ഏതെങ്കിലും കാസ്റ്റർ ഓയിൽ അങ്ങനെയുള്ള ഓയിലുകൾ നമ്മൾ ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓയിലി സ്കാൽപ്പ് ഉള്ളവരൊക്കെ ആണെന്ന് വെച്ചാൽ ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി ഭയങ്കര ഓയിലൊക്കെ ആയിട്ട് തോന്നും. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം, കാരണം ഒരാൾക്ക് ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയാണ് അത്രയും ഒരു നീണ്ട വീഡിയോ ഇട്ടത്. നമ്മുടെ നാട്ടിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നല്ല ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടൊക്കെ എക്കോ സർട്ടിഫൈഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവിനും കിട്ടും. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ എത്രയോ റേറ്റ് കൊടുക്കണം, നല്ല പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും, റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇനി ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വിത്തിൻ 24 hours ഞാൻ റെസ്പോണ്ട് ചെയ്യും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പൊതുവേ വാങ്ങിക്കുന്ന ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്ന വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ഇടാം. അതുപോലെ pH ടെസ്റ്റിംഗ്, പ്രിസർവേറ്റീവ് ഇതൊക്കെ ചെയ്തതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഇടാം. അതും ഒന്ന് നോക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.